ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയൻ ചെടിക്ക് പൂടാൻ നല്ല വെയിൽ വേണമെന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ലല്ലോ. കാരണം അതുകൊണ്ടാണല്ലോ ആ പേര്. ഇത്രയും കാലം അതിൽ വലിയ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് മുമ്പ് ഒരു പൂ ഉണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോയി. 3 തണ്ടാണ് ആകെ ഉള്ളത്. അതിൽ ഒരു തണ്ടിലുണ്ടായിരുന്ന അതിപ്പോൾ പൂവില്ലാതെ കണ്ടില്ലേ, അതിലുണ്ടായിരുന്ന പൂവാണ് കൊഴിഞ്ഞു പോയത്. ബാക്കി 2 തണ്ടിലും പൂക്കളായി. ഇതിലിപ്പോൾ ഈ തണ്ടിൽ 2 പൂക്കളുണ്ട്. അപ്പോൾ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഇലയും കൊഴിഞ്ഞു പോകും, പൂക്കളും ഉണ്ടാവില്ല, വെറും തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയായിരുന്നു ഇത് കുറേ കാലം. പിന്നെ ഞാൻ വളമൊക്കെ ചെയ്ത് വെയിൽ വന്നു തുടങ്ങിയപ്പോൾ വെയിലത്തേക്ക് എടുത്ത് വെച്ച് അപ്പോൾ അത് നല്ലോണം ഇലകളായി. ഇനിയിപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു തണ്ട് ലെയർ ചെയ്ത് പുതിയ ചെടി ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതിപ്പോൾ ലെയർ ചെയ്യണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ എയർ ലെയറിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മണ്ണിൻ്റെ അടുത്തല്ലല്ലോ നിൽക്കുന്നത്. അപ്പോൾ ലെയർ ചെയ്യണമെങ്കിൽ എയർ ലെയറിങ് ചെയ്യണം. ഞാൻ സാധാരണ ലെയറിങ് ഒക്കെ വള്ളിച്ചെടികളാണ് ചെയ്യാറ്. അതിങ്ങനെ താത്തി വെച്ച് മണ്ണ് ഉള്ള ഭാഗത്തേക്ക് അവിടെ മണ്ണിട്ട് കൊടുക്കും. എന്നിട്ട് വേര് പിടിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് നിന്ന് മുറിച്ച് കളയും. ഇങ്ങനത്തെ ചെടിക്ക് അത് പറ്റില്ല. ഇതിന് പിന്നെ ഞാൻ ആലോചിച്ചത്, തേങ്ങാവെള്ളം കിട്ടുകയാണെങ്കിൽ കമ്പ് മുറിച്ചെടുത്ത് 5-8 മണിക്കൂർ തേങ്ങാവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് വേര് പിടിക്കുകയോ പിറ്റേ ദിവസം നട്ടിട്ട് എന്നൊക്കെ നോക്കേണ്ടി വരും. കുറച്ച് ഡൈല്യൂട്ട് തേങ്ങാവെള്ളം പിന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ. കാരണം തേങ്ങാവെള്ളത്തിൽ റൂട്ടിങ് ഹോർമോൺ ഉണ്ട്. പക്ഷേ ഇപ്പം അടുപ്പിച്ച് വെയിൽ കൂടിയതിൻ്റെ വേറൊരു പ്രശ്നമാണ്. 2 ദിവസം തേങ്ങ പൊട്ടിച്ച് നോക്കിയപ്പോഴും വെള്ളമില്ല. ഇനിയിപ്പോൾ വെള്ളമുള്ള തേങ്ങ കിട്ടണം. ഡ്രൈ ആയിരുന്നു 2 തേങ്ങ.